അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് ഓപ്ഷൻ ഇപ്പം വളരെ നേരമാണ്. ആക്ച്വലി ജോ ഗോമസിന് പരിക്ക് പറ്റി പുറത്താണ്. പുള്ളിക്കാരൻ എത്ര മത്സരങ്ങൾ കളിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ലിവർപൂളിൻ്റെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗുഹയാണ്. സ്റ്റിൽ ഗുഹയാണ് ലിവർപൂളിൻ്റെ ഫസ്റ്റ് ചോയ്സ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവർപൂളിന് 50 മില്യൺ, ക്രിസ്റ്റൽ പാലസ് ചോദിക്കുന്ന 50 മില്യൺ കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത് വരെ കുറച്ച് വലിച്ചു നീട്ടാനായിരിക്കും മിക്കവാറും ലിവർപൂൾ ശ്രമിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ലിവർപൂൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 35 മില്യൺ ആണെന്നുള്ളൊരു റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഈ ഒരു സെനാറിലേക്ക് ഒരു പുതിയ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ചെൽസിയ ഗുഹയിനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് റിപ്പോർട്ട് ചെയ്തത് ഇൻഡിക്കൈല ന്യൂസ് എന്ന് പറഞ്ഞൊരു ട്വിറ്റർ ചാനലാണ്. ആക്ച്വലി അവർ മുന്നേ ഒരു ട്രോൾ ചാനലായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ, ഈ ഒരു ട്രാൻസ്ഫർ സീസണിൽ വൺ ഓഫ് ദ റിലയബിൾ സോഴ്സായിട്ട് മാറിയിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തത് ചെൽസിയ FC ലുക്കിംഗ് അറ്റ് മാർക്ക് ഗുഹേയി സിറ്റുവേഷൻ അറ്റ് ക്രിസ്റ്റൽ പാലസ്. അപ്പോൾ നമുക്കറിയാം 2 ദിവസം മുന്നേ മരസ്ക അവരെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾവില്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ എത്ര മേജറായിട്ടുള്ള പരിക്കാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്നലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ACLൻ്റെ പരിക്കായത് കൊണ്ട് അടുത്ത സീസണിൽ, വരാൻ പോകുന്ന സീസണിൽ മെജോറിറ്റി മത്സരങ്ങളിലും പുള്ളിക്കാരന് കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ മരസ്കി ഇതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെൽസി പാനിക്കായിട്ട് ഒരു പുതിയ സെൻറ്റർ ബാക്കിനെ തേടില്ല. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചെൽസി ക്രിസ്റ്റൽ പാലസിലേക്ക് ഗുഹയുടെ സിറ്റുവേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചെൽസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ചെൽസിക്ക് ഗുഹേനെ വാങ്ങാൻ പറ്റും എന്നുള്ളൊരിതാണ്. ലിവർപൂളിനും ഗുഹേനെ വാങ്ങാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ലിവർപൂളിൻ്റെ ആ ഒരു പൈസ അവർ കുറക്കാത്തത് മാത്രമാണ് പ്രശ്നം. ചെൽസി 2 ദിവസം മുന്നേ ബേൺലിക്ക് 2 പ്ലെയറെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോഹേനെയും ഉഗോചുക്കുവും. അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് 45 മില്യൺ പൗണ്ടാണ് ചെൽസിക്ക് കിട്ടിയത്. അതുകൂടാതെ നിക്കോളാസ് ജാക്സൺ ഇപ്പോൾ മിക്കവാറും ന്യൂകാസിലേക്ക് അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ടോട്ടൻഹാം ഹോട്ട്സ്പറിന് റിച്ചാർലിസൺ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ റിച്ചാർലിസൺ സ്പേഴ്സിനെ വിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് സ്പേഴ്സ് നിക്കോളാസ് ജാക്സനെ നോക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു റൂമറുണ്ട്. അപ്പോൾ നിക്കോളാസ് ജാക്സൻ്റെ പിറകെ ന്യൂകാസിലും സ്പേഴ്സും ഉണ്ട്. അപ്പം കാസിൽ മിക്കവാറും നല്ലൊരു പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ എൻകൂക്കും ചെൽസിയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പം എൻകൂക്കും നിക്കോളാസ് ജാക്സൺ 2 പേരും പോയി കഴിഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് ചെൽസിയുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ചെൽസിക്ക് ഈസി ആയിട്ട് ആ ഒരു പൈസ മാർക്ക് ഗുഹയിൽ കൊടുക്കുക. ചെൽസി ഇനി 2 പ്ലെയറെ മാത്രമേ സൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ, സാവി സിമൻസും രണ്ടാമത്തത് ഗർനാച്ചോ. ഇപ്പം ഗർനാച്ചോക്ക് എത്ര പൈസ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചോദിക്കുമെന്ന് അറിയില്ല. ഇപ്പം ഓൾറെഡി പ്ലെയർ ചെൽസിയുമായിട്ടുള്ള പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു എന്ന് പറഞ്ഞിട്ട് റൊമാനോൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡ് ഗർനാച്ചോ ഹാസ് അഗ്രീഡ് എവറി ഡീറ്റെയിൽ ഓഫ് പേഴ്സണൽ ടേംസ് വിത്ത് ചെൽസിയ. Deal done on player side. He only wants Chelsea as revealed here since July. Talks with Manchester United about fee will follow soon. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്ര ഫീ ആണ് ചോദിക്കുന്നതല്ല, മേ ബി 30 മുതൽ ഒരു 50-60 ആ ഒരു റീജിയനിലെ ഫീ ആയിരിക്കും മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചോദിക്കൽ. അപ്പോൾ ആ ഒരു ഡീല് നടന്നു കഴിഞ്ഞാൽ ചെൽസി മിക്കവാറും സാവി സിമൺസിൻ്റെ ഡീലും നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിക്കോളാസ് ജാക്സനും എൻകൂക്കും പോകുന്ന ആ ഒരു പൈസയും അതൊക്കെ കൂട്ടി വെച്ച് മിക്കവാറും ചെൽസിക്ക് ഗുഹേന വാങ്ങാൻ സാധിക്കും ആക്ച്വലി. പക്ഷേ ക്രിസ്റ്റൽ പാലസിനാണെങ്കിൽ ഗുഹേന ഇന്നൊരു ക്ലബിന് തന്നെ വിൽക്കണം എന്നുള്ള രീതിയൊന്നുമില്ല. അവർക്ക് 50 മില്യൺ ഏത് ക്ലബ്ബാണ് കൊടുക്കുന്നത് അവർ ആ ക്ലബിന് ഗുഹേനെ കൊടുക്കും. ലിവർപൂൾ ഇപ്പം ഈ ഒരു ചെൽസി ഇപ്പം ഇതിലേക്ക് കടന്നു വന്നതുകൊണ്ട് ലിവർപൂൾ മിക്കവാറും ആ ഒരു ഇത് സ്ട്രോങ് ആക്കാനാണ് സാധ്യത. പക്ഷേ അതുകൂടാതെ ലിവർപൂളിന് വേറെ 3, നമുക്കറിയാം ലിവർപൂള് ഒരു എസ്റ്റാബ്ലിഷ്ഡ് എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്കും അതുകൂടാതെ പ്ലസ് ഒരു യങ് സെൻറ്റർ ബാക്കിനും സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 3 സെൻറ്റർ ബാക്ക്, ഇപ്പം പറഞ്ഞ് കേൾക്കുന്ന 3 സെൻറ്റർ ബാക്ക്, യങ് സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നേരത്തെ ഇല്ല റൂമറാണ്, നേരത്തെ കഴിഞ്ഞ ഈ ഒരു ട്രാൻസ്ഫർ സീസൺ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പേരാണ് പാർമേര, ഇറ്റാലിയൻ സെൻറ്റർ ബാക്ക് ജിയോവാനി ലിയോണി. 6 അടി 5 ഇഞ്ച് നീളമുള്ള നല്ല സ്ട്രെങ്ത് കൂടിയ ഒരു പ്ലെയറാണ്. അപ്പോൾ മിക്കവാറും പുള്ളിക്കാരനായിരിക്കും ലിവർപൂളിൻ്റെ ഫസ്റ്റ് ചോയ്സ്. പക്ഷേ പിന്നെയുള്ള 2 യങ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് വോൾസ്ബർഗിൻ്റെ കോസ്റ്റൻറ്റാനിയോസ് കുളിയറാക്കിസ്, മൂന്നാമത്തത് ക്ലബ് ബ്രൂഗേൻ്റെ ജോയൽ ഓർഡോണസ്. അപ്പം ഈ 3 യങ് സെൻറ്റർ ബാക്കിനെയാണ് ലിവർപൂൾ ഇപ്പം സ്കൗട്ട് ചെയ്യുന്നത്. അതിൽ മിക്കവാറും കൂടുതൽ ചാൻസ് പാർമേരെ ലിയോണി തന്നെയാണ്.
ഈ 3 പേരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ലിയോണിന്. കാരണം ലിവർപൂള് നമുക്കറിയാം വാൻഡൈക്ക് പോകാൻ ഒരു 2 വർഷം കഴിഞ്ഞാൽ വാൻഡൈക്ക് പോകും. അപ്പോൾ നമുക്കൊരു സെൻറ്റർ ബാക്ക്, മേജറായിട്ടുള്ളൊരു സെൻറ്റർ ബാക്ക് വേണം. അപ്പോൾ നമുക്കൊരു യങ് സെൻറ്റർ ബാക്ക് ആ ഒരു സമയത്ത് 1 വർഷം കഴിഞ്ഞിട്ട് ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോഴേ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി ഒരു ഫസ്റ്റ് 11 കളിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ലിവർപൂൾ യങ് സെൻറ്റർ ബാക്കിനെ സ്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിവർപൂളിൻ്റെ മുന്നിലുള്ള ഗുഹൈ പ്ലസ് 1 സെൻറ്റർ ബാക്ക്. അപ്പോൾ ഈ ഒരു യങ് സെൻറ്റർ ബാക്കും ഒക്കെയാണ്, പൈസ കൊടുത്താൽ കിട്ടും. പക്ഷേ ഗുഹൈയുടെ സിറ്റുവേഷൻ ഇപ്പം കുറച്ച് ടഫായിട്ടുണ്ട്, ബിക്കോസ് ചെൽസി നോക്കുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ്. അപ്പം ചെൽസിയും കൂടി നോക്കുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ക്രിസ്റ്റൽ പാലസിന് ലിവർപൂളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. ചെൽസി നമുക്ക് ഇത്ര പൈസ തരും, അപ്പോൾ നിങ്ങൾ എന്തായാലും 50 മില്യൺ തന്നാൽ എടുത്തു പോകാമെന്നുള്ളൊരു സ്ട്രോങ് പൊസിഷനിൽ ക്രിസ്റ്റൽ പാലസ് മാറും. അപ്പോൾ ഇത് ലിവർപൂളിനെ സംബന്ധിച്ചൊരു മോശം വാർത്തയാണ്. ചെൽസി ഈ സീസണിൽ ഒരുപാട് പ്ലെയേഴ്സിനെ വിൽക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് പ്ലെയേഴ്സിനെ വാങ്ങാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ മറിയുകയെന്ന്. അതുകൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഹോയ്ലൻഡിൻ്റെ, ഞാനൊരു ലൈവ് നടത്തിയ സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഹോയ്ലൻഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ ആദ്യം ഹോയ്ലൻഡ് പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നിൽക്കാനാണ് താല്പര്യം, അതായത് സ്റ്റാർട്ടിംഗ് 11 മത്സരിക്കും, ഒരു ചാൻസ് കിട്ടാമെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് are set to discuss with Højlund about his future. AC Milan aware of possible opportunity on initial loan with heavy loan fee and salary covered. Højlund insists on staying at Manchester United, not scared by competition. അപ്പോൾ മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ സെസ്കോം കൂടി വരുന്നത് കൊണ്ട് ഹോയ്ലൻഡിനെ ടീമിൽ നിർത്താൻ സാധ്യതയുണ്ടാവില്ല. അപ്പം ഹോയ്ലൻഡിൻ്റെ ഫ്യൂച്ചറും കൂടി വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. എന്തായാലും വരുന്ന കുറച്ച് ദിവസങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസിക്കും ലിവർപൂളിനും ഭയങ്കര ക്രൂഷ്യലാണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഇസാക്കിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ സെൻറ്റർ ബാക്ക്, എന്തായാലും സെൻറ്റർ ബാക്ക് 100% ലിവർപൂളിന് വേണ്ട പൊസിഷനാണ്. അഥവാ ഇസാക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ സെൻറ്റർ ബാക്ക് ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് എക്സ്പീരിയൻസ് സെൻറ്റർ ബാക്കിനെ ലിവർപൂൾ എന്തായാലും സൈൻ ചെയ്യണം. അതൊരു സീസൺ ഡിഫൈനിങ് സൈനിങ് ആയിരിക്കും മിക്കവാറും. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ലിവർപൂളിന് ഭയങ്കര ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച് ചെൽസി മാർക്ക് ഗുഹയുടെ സിറ്റുവേഷൻ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ലിവർപൂൾ എത്രത്തോളം ആക്റ്റീവായി ആ ഗുഹയുടെ ഡീലിലേക്ക് പോകുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.